കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ ആ നെറ്റ്വർക്കിൽ നിന്നും കട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ ഏത് നെറ്റ്വർക്കിൽ കണക്ട് ആയിരിക്കുന്നു അതിനോടൊപ്പം കണക്ട് ആയിരിക്കുന്ന മറ്റാളുകളെ നിങ്ങൾക്ക് ആ നെറ്റ്വർക്കിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കാര്യം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുള്ള കാര്യമാണ്. അവർ ഉപയോഗിക്കുന്ന വൈഫൈ, അവരുടെ വൈഫൈ നെറ്റ്വർക്ക് അവരുടെ അനുവാദമില്ലാതെ മറ്റാളുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതെങ്ങനെ അവരെ ഒഴിവാക്കാൻ സാധിക്കും, അതിനോടൊപ്പം തന്നെ നമ്മൾ വൈഫൈ ഓൺ ആയി കഴിയുമ്പോൾ അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്. കാരണം വൈഫൈ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് വൈഫൈ ഹാക്കിംഗ്. നമ്മൾ വൈഫൈ ഓൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വൈഫൈ ഹാക്ക് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നമ്മളുടെ ചുറ്റിനുള്ള ആളുകൾ പലരും ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുമ്പൊക്കെ ആണെങ്കിൽ ജിയോ ഫ്രീ ആയിട്ട് ഡേറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അൺലിമിറ്റഡ് ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ. എന്നാൽ ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ഡേറ്റ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളുടെ ഇന്റർനെറ്റ് മറ്റാരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും, അവരെ എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. നെറ്റ് കട്ട് എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. സോഫ്റ്റ്വെയറിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ എൻ്റെ വൈഫൈയിൽ നിന്നും 3 ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട്. ഇത് ഓരോ ഡിവൈസുകളായിട്ട് എനിക്ക് ഇവിടെ ഒന്നും ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിവൈസ് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിവൈസിന്റെ മാക് അഡ്രസ് അറിയാം, നിങ്ങൾക്ക് ആ ഡിവൈസ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ എൻ്റെ മൊബൈൽ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. Li1s എന്ന് പറയുന്ന വൈഫൈ ഇവിടെ കണക്റ്റഡ് ആണ്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ വൈഫൈ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി, ഈ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ആക്കി. അതിനുശേഷം സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കി. ഇവിടെ നിങ്ങൾക്ക് ഈ ഡിവൈസിന്റെ മാക് അഡ്രസ് ലഭിക്കും. നോക്കൂ, വൈഫൈ മാക് അഡ്രസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഈ ഡിവൈസിന്റെ വൈഫൈ മാക് അഡ്രസ്. ഇവിടെ നോക്കുക, ഇതേ സെയിം മാക് അഡ്രസ് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡിവൈസ് ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇത് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കട്ട് ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ 3 ഡിവൈസുകളും ഓൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കട്ട് ഓഫ് ചെയ്ത ഡിവൈസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു റെഡ് സിമ്പലും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ഇന്റർനെറ്റ് കണക്റ്റഡ് ആണോ എന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും Li1s ഇപ്പോൾ ഈ ഡിവൈസിൽ കണക്റ്റഡ് ആണ്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ബാക്ക് ചെയ്തിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയതിനു ശേഷം ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഈ വെബ്സൈറ്റ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇത് ഓപ്പൺ ആകുന്നില്ല. വൈഫൈ കണക്റ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഇന്റർനെറ്റ് വരുന്നില്ല, ഇന്റർനെറ്റ് ഇല്ല, കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്കിനി വീണ്ടും ഒന്ന് നോക്കാം. ഞാനിത് ഇവിടെ ഒന്നും വീണ്ടും ഒന്ന് ഓൺ ചെയ്യുകയാണ്. റെസ്യൂം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് റെസ്യൂം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒന്ന് നോക്കുക, ഇവിടെ ഇന്റർനെറ്റ് കണക്റ്റായി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, വെബ്സൈറ്റ് വളരെ വേഗത്തിൽ തന്നെ ഓപ്പൺ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞാനിത് ഇവിടെ ഒന്നും കട്ട് ഓഫ് ചെയ്യുകയാണ്. ഈ മൊബൈലിലെ ഇന്റർനെറ്റ് കട്ട് ഓഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാനിതൊന്ന് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുക, ഈ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ കണക്റ്റഡ് കാണാൻ സാധിക്കും, എന്നാൽ ഇതിൽ ഇന്റർനെറ്റ് ലഭിക്കത്തില്ല. വീണ്ടും ഞാനിത് റിസ്യൂം ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. നോക്കുക, റിസ്യൂം ചെയ്ത് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആകുന്നത് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇന്റർനെറ്റ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെബ്സൈറ്റ് ഓപ്പൺ ആയത് കാണാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുത്തിയത് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്, എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നിങ്ങളുടെ ഇന്റർനെറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ വൈഫൈ കട്ട് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ലാപ്ടോപ്പിൽ ഇത് ഓൺ ആണ്. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ
നമ്മൾ കട്ട് ഓഫ് ചെയ്ത വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓൺ ആക്കി വെച്ച് ആരുടെയെങ്കിലും വൈഫൈ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തേക്ക് മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അവരുടെ വൈഫൈ ഓൺ ആക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, അവരെ എങ്ങനെ കണ്ടുപിടിക്കാം, അതല്ലേ അവരെ എങ്ങനെ റിമൂവ് ചെയ്യാം, ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റാരുടെയെങ്കിലും വൈഫൈ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റാരുടെയെങ്കിലും വൈഫൈ അവരറിയാതെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതല്ല നിങ്ങളുടെ വൈഫൈ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വൈഫൈ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമുക്കറിയാൻ സാധിക്കും എത്ര പേര് വൈഫൈ ഹാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേരുടെ വൈഫൈ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.